അങ്ങ് ചക്രവാള സീമുകൾക്ക് അതിരണിഞ്ഞ രാഷ്ട്രമായി മാറുമീ പ്രപഞ്ചമേ എന്ന ഗാനം പോലെ അങ്ങ് ചക്രവാളത്തിൻ്റെ അകലെ കാണാൻ നിങ്ങൾക്ക് ഈ ഫോട്ടോയിലെ ക്യാമറ ദൃശ്യമാകുമെങ്കിൽ 2 മലകൾ കാണാം. ആ 2 മലകളുടെ മുകളിൽ 2 മലകളൂടെ ഉണ്ട്. ക്ലൈമറ്റ് നല്ല ക്ലിയർ ആകുകയാണെങ്കിൽ ആ പശ്ചിമഘട്ടത്തിലെ മലകൾ കൂടി ദൃശ്യമാകുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്ന ഒരു മേഖലയാണ് തമ്പലക്കാട് ഭൂപ്രദേശം. തമ്പലക്കാട് നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് ബസ് പോകുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും പല സ്ഥലങ്ങളിലും വാലി വ്യൂ എന്ന സ്ഥലം വിൽപ്പനയ്ക്കെന്നൊക്കെ. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈ തമ്പലക്കാട് പ്രദേശത്ത് നിന്ന് ഈ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളുടെ സൗന്ദര്യം വീക്ഷിക്കുവാൻ യാത്രക്കാർക്ക് കഴിയുന്നതാണ്. വളരെ ചിലവ് കുറഞ്ഞ ഈ പ്രദേശങ്ങളുടെ സൗന്ദര്യം ഒപ്പിയെടുക്കുവാനും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ അധികം പൈസ മുടക്കാതെ ഈ പ്രകൃതി സൗന്ദര്യം വീക്ഷിക്കുവാനും ഈ ഗ്രാമീണർക്കും ഈ കാഞ്ഞിരപ്പള്ളിയുടെ സമീപ പ്രദേശത്തുള്ള ജനവിഭാഗങ്ങൾക്കും കഴിയുന്ന തലത്തിൽ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളുടെ പരിശ്രമത്താൽ ഒരു വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഒക്കെ വളർത്തിയെടുത്താൽ അവിടെ വരുന്ന ജനങ്ങൾക്ക് കുടിക്കുവാൻ പാനീയങ്ങളും കഴിക്കുവാൻ വിവിധതരം ഭക്ഷണങ്ങളും വിശ്രമിക്കുവാൻ വിശ്രമ കേന്ദ്രവുമൊക്കെ സജ്ജീകരിക്കുവാൻ കുടുംബശ്രീ വഴിയോ അതുപോലെയുള്ള ഇതര ഗവൺമെൻറ് സഹായം പറ്റുന്ന സംഘടനകൾ വഴി ചെയ്യുവാണെങ്കിൽ അവിടുത്തെ പ്രകൃതി സൗന്ദര്യം കാത്തുസൂക്ഷിച്ച് ആ പ്രകൃതി സൗന്ദര്യം ആളുകൾക്ക് വീക്ഷിക്കുവാൻ കഴിയുന്ന നിലയിൽ ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുവാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പഞ്ചായത്തിന് വരുമാനം കൂടുകയും തനത് ഫണ്ടിൻ്റെ വികസനം ഉണ്ടാവുകയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പഞ്ചായത്തിന് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കും സന്തോഷകരമായ ഒരു ജീവിതം ആസ്വദിക്കുവാൻ കഴിയും. അതിന് ത്രിതല പഞ്ചായത്തുകൾക്ക് കഴിയുമാറാകട്ടെ, സംസ്ഥാന ടൂറിസം വകുപ്പിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു.